പ്രണയം മനുഷ്യരെ അന്ധരും ബധിരരുമാക്കും. പ്രണയിക്കുന്നയാൾ നല്ലതോ ചീത്തയോ എന്നറിയാനുള്ള പല സൂചനകളും തെളിവുകളും പലപ്പോഴായി അവരെ പ്രണയിക്കുന്നവർക്ക് കിട്ടുമെങ്കിലും അയാളോടുള്ള അന്ധമായ പ്രണയം എല്ലാം കണ്ടില്ലെന്ന് നടിക്കും. ഇല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തിലായിരിക്കും മുന്നോട്ടു പോവുക. അങ്ങനെയായിരുന്നു മേഘയും. എന്നാൽ ഒടുക്കം അവൾക്ക് ജീവിതം സ്വയം അവസാനിപ്പിക്കേണ്ടി വന്നു. കാശും മാനവും എല്ലാം മേഘ പ്രണയിച്ചവന് നൽകേണ്ടി വന്നപ്പോൾ തിരിച്ചു പ്രതീക്ഷിച്ചത് സുഗാന്ത് കഴുത്തിൽ കെട്ടുന്ന താലിയും അവനൊപ്പമുള്ള ജീവിതവും ആയിരുന്നു. എന്നാൽ സുഗാന്തിനിഷ്ടം പുതിയ പ്രണയങ്ങൾ തേടിയുള്ള യാത്രകളായിരുന്നു. അതിനു മുന്നിൽ വഴിമുടക്കായി മേഘയും മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും എത്തിയപ്പോഴാണ് മേഘയെ അനുനയിപ്പിച്ച് കരിയറിൻ്റെയും വിവാഹത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് അബോർഷൻ എന്ന ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത്. മേഘയുടെ മുറി പരിശോധിച്ച വീട്ടുകാരാണ് അബോർഷൻ നടത്തിയതിൻ്റെ തെളിവുകളായ മേഘ കഴിച്ച മരുന്നുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും എല്ലാം കണ്ടെടുത്തത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ നൽകിയ പണത്തിൻ്റെ വിവരങ്ങളും ലഭിച്ചു. തുടർന്ന് വീട്ടുകാർ അവയെല്ലാം പോലീസിനെ ഏൽപ്പിച്ചപ്പോൾ പോലീസ് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് ഒരു കൂട്ടുകാർക്കൊപ്പം എത്തി മേഘ അബോർഷൻ നടത്തിയെന്ന് വ്യക്തമായത്. ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നത് അപ്പോൾ മാത്രമാണ്. അതുവരെ ആശുപത്രിയിൽ മകൾ എന്തിനോ ചികിത്സ തേടി എന്ന് മാത്രമേ വ്യക്തമായിരുന്നുള്ളൂ. മേഘയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിൻ്റെ കുറിപ്പടികളും ലഭിച്ചു. സുഗാന്ത് മേഘയെ ലൈംഗിക അതിക്രമണത്തിന് ഇരയാക്കിയെന്നും മകളിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നും അച്ഛൻ മധുസൂദനൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അബോർഷൻ നടത്തുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. പ്രായപൂർത്തിയായ യുവതികൾക്ക് ഗർഭചിത്രം നടത്തുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങൾ ആശുപത്രി പാലിച്ചിരുന്നോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. മരിക്കുന്നതിൻ്റെ തലേരാത്രി 9 മണിക്കും 11:30ക്കും ഇടയിൽ താൻ എന്തൊരു സ്റ്റുപ്പിഡാണെന്നും പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകർക്ക് മുമ്പിൽ പൊട്ടിക്കരിഞ്ഞതായും അറിയാൻ സാധിച്ചു. VIP സന്ദർശനത്തിൻ്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോവേണ്ടതുള്ളതിനാൽ മേഘയെയൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആർക്കും പറ്റിയില്ല. എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല. ഒരുപക്ഷെ അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മേഘയ്ക്ക് തൻ്റെ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുന്ന ആ വേദന തുറന്നു പറയാൻ പറ്റിയിരുന്നെങ്കിൽ മേഘ ഒരുപക്ഷെ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു എന്ന കുറ്റബോധം സഹപ്രവർത്തകർക്ക് ഇപ്പോഴുണ്ട്. കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസെടുക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. യുവതി മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണ്. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് ഇത്. അതേസമയം പോലീസ് അന്വേഷണങ്ങളുടെ ഭാഗമായി സുഗാന്തിന്റെ വീട്ടിലെത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ചില തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. മേഘ കൂടാതെ മറ്റു 2 IB ഉദ്യോഗസ്ഥ കൂടി ഇയാളുടെ പ്രണയ ലിസ്റ്റിലുണ്ട്. എന്നാൽ മേഘയുമായി മാത്രമാണ് ഇയാൾ പണ ഇടപാടുകൾ നടത്തിയത്. മേഘയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ കുടുംബത്തിന് ലഭിക്കും. ഇതിനുശേഷം DGPയെ നേരിൽ കണ്ട് പരാതി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ആലോചിക്കുമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇപ്പോഴും സുഗാന്തിനെതിരെ IBയും നടപടി എടുത്തിട്ടില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥനാണ്. രേഖകൾ ഇപ്പോഴും സുഗാന്തും മേഘയും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞ മാതാപിതാക്കൾ വിവാഹം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചപ്പോൾ കുടുംബവുമായി സംസാരിക്കാമെന്നും മറ്റു പല കാരണങ്ങളും പറഞ്ഞ് സുഗാന്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതോടെ എന്തെങ്കിലും തീരുമാനമാകുന്നതുവരെ ബന്ധം തുടരുന്നതിനെ യുവതിയുടെ മാതാപിതാക്കൾ വിലക്കുകയും ചെയ്തു. കുറച്ചുകൂടി സമയം വേണമെന്നായിരുന്നു മേഘ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത്. സുഗാന്തിന് വേറെയും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ മാസം കുംഭമേളയ്ക്ക് പോയി നോർത്ത് ഈസ്റ്റിലെ യുവതിയെ പീഡിപ്പിച്ചു. തിരുവനന്തപുരത്തുകാരിയെ പ്രണയച്ചതിയിൽ വീഴ്ത്തി പണവും മാനവും കവർന്നു. മാത്രമല്ല കൂടെ ജോലി ചെയ്തിരുന്ന 2 IB ഉദ്യോഗസ്ഥകളെ കൂടി ഇയാളുടെ ബന്ധത്തിൽപ്പെടുന്നുണ്ട്. ഇതിനിടെ മേഘയും സുഗാന്തും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതായാണ് മേഘയെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് കരുതുന്നത്. മകൾക്ക് സമ്മാനിച്ച കാർ കൊച്ചി ടോൾ പാസ കടന്ന് മെസ്സേജ് വന്നപ്പോഴാണ് സഹപ്രവർത്തകരുമായുള്ള ബന്ധം പത്തനംതിട്ടയിലെ മേഘയുടെ വീട്ടിൽ അറിഞ്ഞത്. +1 കാലത്ത് തുടങ്ങിയ പരിശീലനമാണ് മകളെ IB ഉദ്യോഗസ്ഥയാക്കിയത്. ആ സമയത്തെ യാത്രകൾ വിലക്കിയിട്ടുണ്ട്.
ചോദ്യം ചെയ്തിട്ടുണ്ട്. ജോലി കിട്ടിയതിനു പിന്നാലെ വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർ തന്നെ ജോലിക്കാര്യം പുറത്തു പറയരുതെന്നും വീട്ടുകാർ പോലും ജോലിക്കാര്യങ്ങൾ ചോദിക്കരുത് എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ടു തന്നെ മകളോട് തുറന്നു സംസാരിക്കാൻ അച്ഛനും അമ്മയ്ക്കും ചില പരിമിതികളും ഉണ്ടായിരുന്നു.